പണ്ടത്തെ ജനറേഷനിൽ നല്ല ജോലി എന്ന് പറഞ്ഞാൽ അവർക്കറിയാവുന്നത് ഡോക്ടറും എഞ്ചിനീയറും മാത്രമാണ്. നല്ല ഹാർഡ് വർക്ക് തന്നെയായിരുന്നു അന്ന്. അത് തന്നെയാണ് മെയിൻ സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് പറ്റിയതാണോ എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് റിസർച്ച് ചെയ്യണം. ഇപ്പോഴത്തെ കാലത്ത് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെങ്ങനെ ആവണം, നമ്മളെ തോട്ടും നമ്മളെ ഡ്രീമൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണല്ലോ. പണിയെടുത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ ഈ ടാലന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നുള്ള മുതൽക്ക് ഇതുവരെയ്ക്ക് ഫോളോ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിനുള്ള റെസ്പെക്റ്റ് മാത്രമാണ്. ഫൈനൽ ഇയറിൽ പോകുമ്പോഴാണ് മെഡിസിൻ്റെ ശരിക്കുള്ള ആ ഒരു പവർ മനസ്സിലാവുന്നത്. ഹലോ ഓൾ, ഡോക്ടർ പോഡ്കാസ്റ്റിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എൻ്റെ കൂടെ ഈ നെക്സ്റ്റ് സെക്കൻഡ് എപ്പിസോഡിൽ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം സീനിയറും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 47th ബാച്ചിലെ വിഷ്ണുവേട്ടനാണ്. വിഷ്ണു വാസുദേവൻ. ഓക്കെ, എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള മുഖമാണ്. സോഷ്യൽ മീഡിയയിലും കുറേ ആൾക്കാർ അഡ്വൈസൊക്കെ എടുക്കുന്ന ഒരാളാണ്. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ വിഷ്ണുവേട്ടനെ നമ്മളെ കൂടെ കിട്ടിയത്. അപ്പം വിഷ്ണുവേട്ടൻ്റെ അടുത്തു നിന്നുള്ള നമുക്കൊരു ആസ്പിരൻറ്റിനും അതുപോലെ തന്നെ മൂപ്പരുടെ ലൈഫിലും എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് ഒരു അഡ്വൈസായി എടുക്കാൻ പറ്റുക, അതൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. കുറേ ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങളും എന്നെ ഏൽപ്പിച്ച കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ട് പിന്നെ നമ്മൾ പോകുന്നുണ്ടാവും. സോ ഫസ്റ്റായിട്ട് വിഷ്ണുവേട്ടാ സ്വാഗതം. താങ്ക് യു. നിങ്ങളെ 47th ബാച്ചാണ്, 59th ബാച്ചാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ തന്നെ ഒരു 12 കൊല്ലത്തെ ഒരു അന്തരമുണ്ട്. അപ്പം അങ്ങനെയാണ് അതാണ് നമ്മുടെ ഈ ഒരു ശരിക്കും ഇൻ്റർവ്യൂവിൻ്റെ രസം എന്നുള്ളത്. ഒരേ സ്ഥലത്തു നിന്നാണ് നമ്മൾ വരുന്നത്, നമ്മുടെ അഡ്രസ്സ് ഒന്നാണ്, പക്ഷേ നമ്മളൊരു വ്യത്യാസമുണ്ട്. അപ്പം വിഷ്ണുവിൻ്റെ കുറേ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുന്ന സമയത്തും ആ ഒരു സമയത്ത് ഭയങ്കര പ്രൊഫഷണലായിട്ട് കുറേ കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഇൻഫർമേഷൻ വരുന്നൊരു സമയത്ത് പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത എപ്പിസോഡിൽ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഫസ്റ്റ് കാര്യം സിമ്പിളാണ്, പിന്നെ എന്തിന് ഡോക്ടറായി, എങ്ങനെ ഡോക്ടറായി? വളരെ ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഡോക്ടറായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് തള്ളിക്കയറ്റിയെന്ന് തന്നെ പറയണം ആക്ച്വലി. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും നമുക്കറിയാലോ, പണ്ടത്തെ ജനറേഷനിൽ ആകെ ഏറ്റവും നല്ല ജോലി എന്ന് പറഞ്ഞാൽ അവർക്കറിയാവുന്നത് ഡോക്ടറും എഞ്ചിനീയറും മാത്രമാണ്. അത് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. എൻ്റെ അച്ഛൻ്റെ ഏട്ടനും ഡോക്ടറായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ജീവിതശൈലിയും അതുപോലെ പകിട്ടും എല്ലാം കൂടി കണ്ടിട്ടാണ് ഇവരൊക്കെ ആകൃഷ്ടരാകുന്നത്. ഞാനും അതുപോലെ തന്നെ. ഞാനൊരു 9th ആകുമ്പോഴാണ് എനിക്ക് ഡോക്ടറായ കൊള്ളാം എന്നൊരു തോന്നൽ വന്നത്. 9th സ്റ്റാൻഡേർഡ് പഠിക്കും. അതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുമായിരുന്നു അതിന് മുമ്പ് നമ്മളെ കൊണ്ട് ഇതൊന്നും എത്തില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു അതിന് മുമ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നന്നായി പഠിക്കുമായിരുന്നു ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴും. പക്ഷേ ഡോക്ടറാവണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പോരാ, അതിനേക്കാൾ എന്തൊക്കെയോ വേണം എന്നുള്ളൊരു തോന്നലായിരുന്നു. ഈവൻ 11th എത്തുമ്പോൾ തന്നെ 10th നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് റാങ്കൊന്നും കിട്ടിയില്ല, പക്ഷേ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 11th ജോയിൻ ചെയ്തപ്പോൾ ഡോക്ടറാവാൻ പറ്റുമോ എന്ന് എനിക്ക് അപ്പോഴും ഒരു സംശയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ മിക്കവാറും ഒരു 1 year കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുമൊന്നുമില്ല, ഒരുമിച്ച് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, +2 ചിലപ്പോൾ മാർക്ക് കുറയും, ഒന്നിനും കിട്ടാത്ത സ്ഥിതിയാവും, ഇങ്ങനത്തെയൊക്കെ തോന്നലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ കിട്ടി. ഞാൻ +2 കൂടെ തന്നെ ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടി. അത് ഞാൻ PC തോമസിൻ്റെ അവിടെയാണ് പഠിച്ചത്. അന്നത്തെ കാലത്ത് ഏറ്റവും ആൾക്കാർക്ക് ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ A ബാച്ചിലായിരുന്നു ഞങ്ങൾ. പിന്നെ എനിക്ക് നല്ലൊരു കമ്പാനിയനെ കിട്ടി പഠിക്കാനുള്ളത്. ഞങ്ങൾ പഠിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 11th 12th, വേറെ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം ദി എല്ലാ എൻ്റയർ. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ കുറേ മിസ് ചെയ്തിട്ടുണ്ട് ആ സമയത്തുള്ള കുറേ കാര്യങ്ങൾ, നല്ല നല്ല ഓർമ്മകളൊക്കെ. ബാക്കിയുള്ളവർക്ക് കുറേ ഓർമ്മകൾ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയൊന്നും ഇല്ലാത്തത് ഞാൻ ഒരു പഠിത്തം മാത്രമായിരുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും. എല്ലാ സൺഡേസും അങ്ങനെ പോയി. ഒരൊറ്റ സൺഡേ പോലും ഞാൻ PC തോമസിനെ കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ കിട്ടി. എന്തായാലും 400 റാങ്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. അപ്പം അങ്ങനെയാണ് ആ ഒരു ജേണി വന്നിട്ടുള്ളത് അല്ലേ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ആ ഒരു 2 വർഷം ഭയങ്കര മെമ്മറി ഒന്നും ആ സമയത്ത് നമ്മൾ ആ ഒരു ഏജ് ലിമിറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ അതിന് ശേഷം 1 കൊല്ലം 2 കൊല്ലം ഒന്നും പിന്നെ എടുക്കാതെ നമ്മൾ കോളേജിൽ അടിച്ച് പൊളിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അതിലോട്ട് വരുന്നുണ്ട്. അപ്പം ഇതിലിപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1 വർഷമൊക്കെ പിന്നെ സ്പെൻഡ് ചെയ്താൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്ന സമയത്ത് നല്ലതാണ്. കാരണം പിന്നെ ഇപ്പം ആ ട്രെൻഡ് കൂടി വരിക. ട്രെൻഡ് ഇൻ ദ സെൻസ് ഏർലി സ്റ്റാർട്ട് ചെയ്യണം. അതായത് നേരത്തെ തുടങ്ങിയാൽ അത്രയും നല്ലത്. കാരണം ഇതൊക്കെ ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്കാണ്, ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനും ഒരു ആസ്പിരൻ്റിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പം അതിൽ നേരത്തെ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പം വിഷ്ണുവിടെ എന്തുകൊണ്ടാണ് ആ +1 കൂടെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നതും അതിലെന്തൊക്കെയാണ് ഒരു പ്രിപ്പറേഷനിൽ എന്തൊക്കെയാണ് ചേഞ്ച്, അതുവരെ 10th ക്ലാസ് വരെ പഠിച്ചതിൽ നിന്ന് എന്ത് ചേഞ്ചാണ് ആ 2 വർഷം കൊണ്ടുവന്നത്? അത് മൈൻഡ് സെറ്റിലായിക്കോട്ടെ, അറ്റ്മോസ്ഫിയറിലായിക്കോട്ടെ, എന്തുകൊണ്ടാണ് അങ്ങനത്തെ തീരുമാനം എടുത്തത്? ആ സമയത്ത് എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നത്, എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടായിരുന്നു, നിനക്കിപ്പോൾ കിട്ടുകയാണെങ്കിൽ നിന്നെ ചേർന്നോ, അല്ലാതെ 1 കൊല്ലം പഠിപ്പിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല എന്ന് അന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ചിലപ്പോൾ എഞ്ചിനീയറിങ് ഏതിനെ കിട്ടണമെന്ന് വെച്ചാൽ അതിന് പോകാമെന്നുള്ളായിരുന്നു. എനിക്ക് ഡോക്ടറാവണമെന്നാണ് ആഗ്രഹം. പക്ഷേ
എഞ്ചിനീയറിംഗ് കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് പോയിക്കോ, അല്ലാതെ നമുക്ക് ഇനി ഒരു കൊല്ലം വേസ്റ്റ് ആക്കാനില്ല എന്ന് അന്ന് തന്നെ പറയായിരുന്നു. അപ്പോൾ അതായിരിക്കണം ചിലപ്പോൾ മെയിനായിട്ടൊരു മോട്ടിവേഷൻ. ഇനിയിപ്പോൾ കിട്ടി ഈ പ്രാവശ്യം, അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. അതുകൊണ്ടായിരിക്കും അന്ന് കൂടുതൽ അതിന് വേണ്ടി പഠിച്ചത്. പിന്നെ എഞ്ചിനീയറിംഗ് എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഇതും കിട്ടി. അതുകൊണ്ട് ഓൾ ഇന്ത്യയിലും അന്ന് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഓൾ ഇന്ത്യയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി, അതുപോലെ സ്റ്റേറ്റിൽ കാലിക്കറ്റും കിട്ടി. അപ്പോൾ കാലിക്കറ്റ് ചൂസ് ചെയ്തു. അങ്ങനെ 2 വർഷം ഈ ഒരു മൈൻഡ് സെറ്റിൽ വന്നൊരു മാറ്റം ഇതുവരെ പഠിച്ചൊരു പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടല്ലോ 10 വരെ, അതിന് എന്തൊക്കെയാണ് ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചത്, എന്തൊക്കെയാണ് വിജയിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്? ഞാൻ വിചാരിക്കണത് നല്ല ഹാർഡ് വർക്ക് തന്നെയായിരുന്നു അന്ന്. അത് തന്നെയാണ് മെയിൻ സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതാണല്ലോ നമുക്കിപ്പോൾ MCQ തന്നെയല്ലേ എപ്പോഴും മോഡൽ, MCQ മോഡൽ. അപ്പോൾ MCQs മാക്സിമം നമ്പർ ചെയ്യുന്നതോറും നമുക്ക് തുടക്കത്തിലൊക്കെ നമ്മൾ വളരെ നമ്പേഴ്സ് കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡിജക്റ്റഡ് ആയി വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റിലെത്തുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. നമ്മൾ പെട്ടെന്ന് ലാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഓരോ എക്സാം എഴുതുമ്പോൾ. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് വായിച്ചെന്ന് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടാവും, കാരണം ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം. അപ്പോൾ എൻ്റെ മെയിൻ ടാക്ടിക് അത് തന്നെയായിരുന്നു, എപ്പോഴും ക്വസ്റ്റ്യൻ മാക്സിമം പ്രാക്ടീസ്. എപ്പോഴാണ് ടൈം കിട്ടണമെന്ന് വെച്ചാൽ അപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ്. PC തോമസിൻ്റെ അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് മിക്ക ആൾക്കാരും ചെയ്ത് പോവില്ല, പക്ഷേ ഞാൻ എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും അടുത്ത പ്രാവശ്യം പോകുമ്പോഴേക്കും. അതായിരിക്കും അന്ന് കിട്ടാനുള്ള സാധ്യത എന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ നമ്മൾ വിചാരിച്ച സ്കോർ ഇപ്പോൾ ഇനീഷ്യലി കുറേ നമ്മളെ മനുഷ്യന്മാരാണ് കുറേ മൂഡിലൂടെ ഇങ്ങനെ കടന്നു പോകുമല്ലോ. സ്പെഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, ഹോസ്റ്റലിലാവും അല്ലേ? അല്ല, ഞാൻ വീട്ടിൽ നിന്ന് പോയൊന്നുമില്ല. ഓക്കെ വീട്ടിൽ നിന്ന് പോയെന്നല്ലേ? സൺഡേ മാത്രമേ പോകുള്ളൂ. സൺഡേ എൻട്രൻസ് കോച്ചിങ്, ബാക്കി ദിവസമൊക്കെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകണം. ഓക്കെ അങ്ങനെ ആയിരുന്നു ഹോസ്റ്റലൊന്നുമല്ല. ഓക്കെ. അപ്പം ഈ ഒരു സൺഡേസിലൊക്കെ നമുക്ക് വേറെ നമ്മൾക്ക് കൂടുതൽ ആൾക്കാരൊക്കെ അടിച്ചു പൊളിക്കുന്ന സമയത്ത് നമ്മളിത് മാനേജ്, നിങ്ങൾ പറഞ്ഞ മാതിരി ആ ഒരു മെമ്മറീസ് ഒക്കെ നമ്മളിങ്ങനെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ ഡൗൺ ആയി പോകും. അപ്പോൾ ഡൗൺ ആവുന്ന സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടാവുക, എന്തൊക്കെയാണത് റെഡി ആവാൻ വേണ്ടി? ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു വർഷത്തെ കാലയളവിൽ ഇപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ വീണ്ടും 10 വർഷം കഴിഞ്ഞു. എന്നെക്കാളും ഞാനും 10 വർഷം ഒരു 20 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ പറയുന്നത്. അപ്പം ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആസ്പിറന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം സിമിലറാണ് ഇത്ര കൊല്ലെടുത്താലും. അപ്പം അതന്നെ ആണോ എന്ന് നമ്മൾ ഓഡിയൻസിന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് ടഫ് തന്നെയാണ് എല്ലാ കാലത്തും. എനിക്ക് തോന്നുന്നത് ഈ ഒരു കോമ്പറ്റീഷനും ആ ടഫ്നെസ്സും എപ്പോഴും ഉണ്ടാവും. അതിന് വ്യത്യാസം. നമുക്കൊരു ഡൗൺ ആവുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അപ്പാവുക, ലാസ്റ്റ് നമുക്ക് എത്ര വരെയാണ് നമ്മൾ ഹോപ്പ് കൊടുക്കേണ്ടത് ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നത് ഇനിയത്തെ കാലത്ത് കേട്ടോ, അന്നത്തെ എല്ലാ ജനറേഷൻ ഡോക്ടർമാരും ഇതേ കാര്യം തന്നെ പറയണത്. അതായത് ഇനി ഡോക്ടർമാർക്ക് വലിയ സ്കോപ്പൊന്നുമില്ല. ഇത് എൻ്റെ വലിയച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെന്നറിയോ? 25 കൊല്ലം മുമ്പ് ഡോക്ടേഴ്സിന് ഇനിയിപ്പോൾ കഴിഞ്ഞു കാലം, ഇനി വലിയ സ്കോപ്പൊന്നുമില്ല, ഇനി വലിയ പഠിക്കണ്ട. പക്ഷെ എന്നിട്ട് എനിക്കും വലിയ പ്രശ്നമൊന്നുമില്ല. അത് പൊതുവെ എല്ലാ ഡോക്ടർമാരും പറയുന്ന ഒരു കാര്യമാണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും ലാസ്റ്റ് നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഹോപ്പ് ഉണ്ടാവില്ല, നമുക്കൊരു ഹോപ്പ് നമുക്ക് പോകുമല്ലോ. ചിലപ്പം വിചാരിച്ച പോലെ മാർക്ക് വരില്ല ചില എക്സാമുകളിലൊക്കെ. നമ്മളിപ്പോഴത്തെ പ്രിപ്പറേഷൻ പിള്ളേർക്ക് പറയാം, വിചാരിച്ച പോലെ നന്നായിട്ട് വർക്ക് ചെയ്തു, രാത്രി ഉറക്കം വെച്ച് പഠിച്ചു, പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ അപ്പാവാൻ വേണ്ടി എന്താ? ഞാൻ ഇതാണ് അതിനെപ്പറ്റി പറയാൻ വന്നത്. നമുക്ക് ഇങ്ങനൊരു നെഗറ്റിവിറ്റി പല സ്ഥലത്തും കേൾക്കും. ചിലപ്പോൾ ഇനി ഇതിന് ഭാവിയൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംശയത്തോട് കൂടിയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കിട്ടണമെന്ന് നല്ല ആഗ്രഹമാണ്, അതില്ലാതെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡെഫിനറ്റ്ലി അതെന്തായാലും വേണം. പിന്നെ രണ്ടാമതായിട്ട് നമുക്കിത് പറ്റിയതാണോ എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് റിസർച്ച് ചെയ്യണം. ഇപ്പോഴത്തെ കാലത്ത് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞങ്ങൾക്കൊന്നും ഇപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഓൺലൈനിലും ഒക്കെ സെർച്ച് ചെയ്യാനും, അതുപോലെ സീനിയേഴ്സിനോട് സംസാരിക്കാനും, അതുപോലെ വീഡിയോസ് ഇതേപോലെ കാണാനും. ഇപ്പം നല്ല രീതിയിൽ കണ്ടന്റ്, ഇപ്പം അതിപ്രസരാണെങ്കിൽ പോലും നല്ല നല്ല കണ്ടന്റ് ഉണ്ടല്ലേ. നമ്മൾ പഠിക്കുന്ന സമയത്തും നമുക്കിത് എന്ത് ചെയ്യണമെന്നോ, ഫിസിക്സ് എന്താ ചെയ്യേണ്ടത്, കെമിസ്ട്രി എന്താ ചെയ്യേണ്ടത്, അതൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇത് അല്ലാതെ ഒരു കരിയർ ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ആൾക്കാർക്ക് അറിയണം എന്ന് പറയും. അപ്പോൾ അത് എല്ലാം നോക്കിയിട്ട് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ട് മെഡിസിൻ നമുക്ക് പറ്റിയതാണോ എന്ന് നോക്കിയിട്ട് മാത്രം ഇതിൽ ഇറങ്ങി തിരിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് IMAയുടെ സീനിയർ ലീഡേഴ്സ് ആണെങ്കിലും ഒക്കെ പറയണത് ഭയങ്കര ഡിപ്രഷൻ്റെ നമ്പേഴ്സും ഒരുപാട് കൂടുതലാണ്, ഡിവോഴ്സ് കൂടുതലാണ് ഡോക്ടർമാരുടെ ഇടയിൽ, സൂയിസൈഡ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഡോക്ടർ ആയതിനു ശേഷമാണ് ഇത് ഈ കാണുന്ന ഗ്ലാമറും ഇതൊന്നും ശരിക്ക് പുറമേ നോക്കുമ്പോൾ ഭയങ്കര ഗ്ലാമർ അല്ല എന്നുള്ളത് മനസ്സിലാവും. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞങ്ങളും കയറിയിട്ട് പിന്നെ ഒരു ലെവലിൽ എത്തി നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിളൊക്കെ ആകുമ്പോഴാണ് പിന്നെ അത് എൻജോയ് ചെയ്ത് തുടങ്ങുക. ഒരു ഭയങ്കര സ്ട്രഗിൾ പീരീഡ് എൻട്രൻസ് പഠിക്കുമ്പോൾ മാത്രമല്ല, കോളേജിൽ കിട്ടിയാൽ കൂടി അതിനുശേഷം ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടാവും എന്നുള്ളത് നേരത്തെ പ്രതീക്ഷ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഇതിൽ ഞാൻ എൻ്റെ ഒരു വ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ കരിയർ സെറ്റ് ചെയ്യണമെങ്കിലും സ്ട്രഗിൾ നിർബന്ധമാണ് ഏത് പ്രൊഫഷണൽ ലൈനിലും. പക്ഷെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ് ഡോക്ടർ ആയാൽ ഒക്കെ റെഡി ആയി എന്നുള്ളത്. പക്ഷെ എല്ലാ കരിയറിലും ഉണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, സിവിൽ സർവീസ് ആയിക്കോട്ടെ, എല്ലാ കരിയറിലും
നമ്മൾ സോ കോൾഡ് ടോപ്പ് കരിയറിലൊക്കെ എന്തുണ്ട് പിന്നെ ഈ ഒരു സെറ്റ് ബാക്ക് ഉണ്ട് ആ സ്ട്രഗിൾ. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മൾ ഡോക്ടേഴ്സ് ആയ കഴിച്ചിലായി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. എല്ലാ പോലെ തന്നെയാണ് ഒരു കരിയറാണ്. പക്ഷെ നമ്മൾക്കൊരു ഞാനൊക്കെ എപ്പോഴും വിശ്വസിക്കുന്നത് കുറച്ചൊരു എന്താണ് നമ്മൾ കുറച്ചൊരു ഇമോഷൻ വെച്ചിട്ടുള്ള ഒരു കളിയും ഒരു പെയിൻ അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു കിട്ടുന്ന റിട്ടേൺ എന്താവും ചിലപ്പം ഹാപ്പി ഉള്ളതാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് റിട്ടേൺസ് വേറെ വരുന്നില്ലെന്ന് വേറെ കാര്യമാണ്. അപ്പം ഇത് ഇനി ഞാൻ അടുത്തേക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താ ചോദിക്കാനുള്ളതല്ല ഒരു ഡിസ്കഷനിൽ പിന്നെ ആ പഠിക്കുന്ന സമയത്ത് +2 വരെയുള്ള നമ്മളൊരു ബേസിക് എഡ്യൂക്കേഷൻ സമയത്ത് പിന്നെ ഏറ്റവും നല്ല എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഏറ്റവും വലിയ തീരുമാനം എന്തായിരുന്നു? നല്ല തീരുമാനം എനിക്ക് തോന്നുന്നത് ഞാൻ PC തോമസിന്റെ അവിടെ ജോയിൻ ചെയ്തതിനാണ് ഏറ്റവും നല്ല തീരുമാനം. അതാണോ അതോ കമ്പാനിയന് കിട്ടിയതാണോ? ഒരു നല്ലതും രണ്ടും ഉണ്ടാവും കേട്ടോ, രണ്ടും ഉണ്ടാവും. അത് പക്ഷെ ഞാൻ ചൂസ് ചെയ്തതല്ല, കാരണം കമ്പാനിയന് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ആളിപ്പോൾ എന്താ ചെയ്യണമെന്ന് തന്നെ അറിയില്ല. ആൾ മെഡിസിൻ പ്രൊഫഷൻ വിട്ടിട്ട് വേറെ എന്തോ സ്ഥാനത്തേക്ക് പോയതാണ്. ആളന്ന് എയിംസിൽ ഫസ്റ്റ് ചാൻസിൽ അഡ്മിഷൻ കിട്ടിയാണ്. അങ്ങനെ ടോപ്പ് ബ്രെയിനാണ് മൂപ്പര്. പിന്നെ US പോയി. അതിനുശേഷം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണെന്ന് തോന്നണം. എന്താണെന്ന് എനിക്കറിയില്ല മൂപ്പരെ കരിയർ ഇപ്പം എന്താണ്. അപ്പോൾ ആൾക്കാർ പല രീതിയിലും പോകും അതിനുശേഷം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത്ര വലിയ സംഭവമൊന്നും അല്ലാന്ന് തോന്നിയ ആൾക്കാരൊക്കെ ഈവൻ +2 എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ ഇപ്പോൾ എത്രയോ വലിയ കമ്പനിയുടെ ഓണറാണ്. അയാളുടെ അണ്ടറിൽ 10,000-3000 ആൾക്കാർ വർക്ക് ചെയ്യണ ഇൻ്റർനാഷണൽ 5-6 കൺട്രീസിൽ ബ്രാഞ്ചസുള്ള ഹെഡാണ് മൂപ്പര്. അന്നാൾ അത്ര ഇപ്പോൾ ഒരാൾക്ക് മനസ്സിലാവും കേട്ടോ, ഈ വീഡിയോ കാണുമ്പോൾ ആൾക്ക് ആരെയും പറ്റിയാൽ ഞാൻ പറയണം. ആൾ അത്രയും ടോപ്പിൽ. നമ്മൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു നോട്ടത്തിൽ ആൾ എന്താണ് എൻട്രൻസ് ഒന്നും കിട്ടാൻ മാത്രമുള്ള ഹാർഡ് വർക്കിംഗ് അല്ല എന്നൊക്കെയുള്ള തോന്നലായിരുന്നു. പക്ഷേ ആളുടെ സ്റ്റോറി ഞാൻ പിന്നെ വായിച്ചത് ആൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം. അതായത് +2 പഠിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുഴപ്പമുണ്ടാവും. പക്ഷെ അതിന് ശേഷം മൂപ്പര് ആ കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി രാവും പകലും ഇല്ലാതെ നടുവിനൊക്കെ സർജറി ചെയ്യാൻ മാത്രമുള്ള 24 ഒരു ദിവസത്തിൽ 16-18 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കമ്പനി ബിൽഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഈ ആളെ കാണുമ്പോൾ നമുക്ക് ഈ കമ്പനിനായിരുന്നു എനിക്ക് അന്നത്തെ റോൾ മോഡൽ. അപ്പൊ അയാൾ പഠിക്കണതിന്റെ അത്ര എത്തണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. നമ്മളാ ഒരു കമ്പനി നമ്മൾ ആൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മളെ സർക്കിൾ ചൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ ഒരു സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെങ്ങനെ ആവണം, നമ്മളെ തോട്ടും നമ്മളെ ഡ്രീമൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ് ഡെഫിനറ്റ്ലി. പക്ഷേ എനിക്ക് നിങ്ങൾ പിന്നെ വിശ്വന്റെ കഥ കേട്ടപ്പോൾ ആരാന്നറിയാൻ ഒരു പൂതി. പുറത്തു പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പിന്നെ പുറത്തു പറയാൻ പറ്റാത്തൊന്നുമില്ല. ആള് ഹാഷ് റൂട്ട് എന്നുള്ള കമ്പനിയുടെ ഓണറാണ് മൂപ്പര്. ഹാഷ് റൂട്ട് കമ്പനിയിലെ ഹാഷ് റൂട്ട് നോക്കിയാൽ കാണാം. വലിയ കമ്പനി, US ബേസ്ഡ് അല്ല, നമ്മുടെ കൊച്ചി ബേസ്ഡ് കമ്പനിയാണ്. ശരിക്കും ഈ വിഷയോട് പറഞ്ഞാൽ ഭയങ്കര സ്ട്രൈക്കിംഗ് സാധനമാണ്. ഞാൻ നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്, നമ്മൾ ഈ ടാലന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ പറയും ഭയങ്കര ടാലന്റഡ് ആണ് എന്നുള്ള സാധനം. പക്ഷെ അങ്ങനത്തെ സംഭവം ശരിക്കും ഒരു മിത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുക. പണിയെടുത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ ഈ ടാലന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മളെ കൂടെ തന്നെ +2 വരെ പഠിക്കുന്ന ആൾക്കാർ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരാണ് വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ മേഖലയിൽ തിളങ്ങുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അപ്പം അത് പണിയെടുത്ത് നമ്മൾ ചിലപ്പം അധ്യാപകരായിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് തെളിഞ്ഞാളും. പഠിക്കുന്ന സമയത്ത് ഇവനൊന്നും ആകാൻ പോകുന്നില്ല. അവിടെ +2 ചിലപ്പോൾ അവനെ അക്കോമഡേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടാവില്ല ആ സിസ്റ്റത്തിന്. അപ്പം അത് വലിയൊരു പോയിന്റാണ്. കാരണം എവിടെ ഞാനൊക്കെ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ സോഫ്റ്റ്വെയറിൽ കൊമേഴ്സ് എടുത്തിട്ട് സോഫ്റ്റ്വെയറിൽ എഞ്ചിനീയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് പോലും ചെയ്യുന്നില്ല. എൻ്റെ കൂടെ അടുത്ത അങ്ങനെ അക്കാഡമിക് അത്ര എക്സൽ ചെയ്യാത്ത ആൾക്കാരൊക്കെ കുറേ ഷോപ്പുകളൊക്കെ ഇട്ട് ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. നമ്മളെപ്പോഴും എൻ്റെ മുന്നിൽ വരുന്ന പേഷ്യൻസിനോട് തന്നെ പറയുക, ചില കുട്ടികളുടെ അടുത്ത് കുട്ടിക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അവനായിരിക്കും ചിലപ്പോൾ ഏറ്റവും സൂപ്പർ ആവുക. ABC അത് കേട്ടിട്ടുണ്ടോ? ABC എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി ഉണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത്. A കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാരാണ്. ഏത് 90% 100% മാർക്ക് കിട്ടുന്ന ആൾക്കാർ അല്ല. അന്നാണ് നമ്മൾ എല്ലാ സ്കൂളുകളത്തെയും ക്രീം ആയിരിക്കും മെഡിക്കൽ കോളേജിലെത്താം. അപ്പോൾ അതാണ് A കാറ്റഗറി. B കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് പഠിക്കുന്ന കാലത്ത് കേട്ടോ, ഈ +2 വരെയുള്ള ടൈമിൽ. പിന്നെ C ക്ലാസ് എന്ന് പറഞ്ഞാൽ തീരെ ബാക്ക് ബെഞ്ചേഴ്സ്, ഒന്നും പഠിക്കാതെ ഉഴപ്പില്ല. ഈ A ക്ലാസ് ആൾക്കാർ അപ്പം തന്നെ ഡോക്ടർ എഞ്ചിനീയർ ആവും. B ക്ലാസ് ആൾക്കാർ കുറച്ച് മോശമായിരിക്കും, അപ്പോൾ അവന്മാർ കുറച്ച് കഴിഞ്ഞിട്ടേ പഠിക്കുള്ളൂ. അപ്പോൾ IAS അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പൊസിഷനിലെത്തും. പിന്നെ C ക്ലാസ്സുകാർ പൊളിറ്റീഷ്യൻസ് ആവും. അപ്പോൾ ബേസിക്കലി C പിന്നെ B-നെ ഭരിക്കും, B ആണ് A-നെ ഭരിക്കുക. അങ്ങനെ ഇപ്പോൾ ശരിക്കും അതായത് മെനക്കെടാൻ തയ്യാറായോ ഏത് വയസ്സായിക്കോട്ടെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എസ്പെഷ്യലി നമ്മൾ ടീച്ചേഴ്സും പാരൻസും സുഹൃത്തുക്കളും. അത് വലിയൊരു പോയിന്റ് ഞങ്ങൾ പറഞ്ഞത്. അവർ വെറുതെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുകയാണ് ആൾക്കാരെ. അവർ പലർക്കും നമ്മൾ ഈ താരേ സമീൻ പേരിലൊക്കെ കണ്ട പോലെ പലർക്കും പല രീതിയിലുള്ള സ്കില്ലായിരിക്കും. അവന് ചിലപ്പോൾ ന്യൂറലി വേറെ രീതിയിലായിരിക്കും അവൻ വയർഡായിട്ടുണ്ടാവുക. അവന് ചിലപ്പോൾ കയ്യിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മൾ നല്ല സ്കില്ലുള്ള ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരു രീതിയിൽ പോകണം എന്ന് പറയണത് ശരിയൊന്നുമല്ല.
ആക്ച്വലി എൻ്റെ പിള്ളേരുടെ അടുത്ത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്യണത്. ഒരു ഡയറക്ഷനിൽ നമ്മളാക്കി വിടേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് കേപ്പബിൾ ആക്കുക അത്രേ ഉള്ളൂ. പിന്നെ മാക്സിമം കേപ്പബിൾ ആക്കാന്നുള്ള ഏത് കരിയറിലേക്കാണെങ്കിൽ കേപ്പബിൾ തീരുമാനം എടുക്കാൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, അതിനൊക്കെ കപ്പാസിറ്റി കൊടുക്കുക, മാക്സിമം എക്സ്പോഷർ കൊടുക്കുക. അപ്പോൾ അവർ തീരുമാനിക്കും എന്താണെന്നുള്ളത്. അത് നല്ലൊരു ഇൻസൈറ്റ് ആയിരുന്നു ആ ഒരു പോയിന്റ്. ഡിസ്കഷൻ നല്ല ഡിസ്കഷൻ ആയിരുന്നു. അപ്പം ഇനി നമുക്കിപ്പം ഈ സ്കൂളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന വാല്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം സ്റ്റിൽ നമ്മളുടെ കരിയറിൽ ഇപ്പം സ്കൂളിന് ശേഷം 20 വർഷമൊക്കെ ആയി, പിന്നെ അതിന് ഇപ്പോഴും ആ ഒരു കിട്ടുന്ന സ്കൂൾ സമയത്ത് ഉണ്ടാക്കിയ വാല്യൂസ്, നമ്മൾ ഡെവലപ്പ് ചെയ്ത ക്യാരക്ടേഴ്സ്, പിന്നെ സ്വഭാവങ്ങളൊക്കെ ഇപ്പോഴും പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ആ ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാവാം? എൻ്റെ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആകെ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അന്നുള്ള മുതൽക്ക് ഇതുവരെയ്ക്ക് ഫോളോ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിനുള്ള റെസ്പെക്റ്റ് മാത്രമാണ്. അത് ഇതുവരെയ്ക്കും എനിക്കുണ്ട്, അന്ന് മുതൽക്കേ ഉള്ളതാണ്. ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും തന്നെ പറയും, ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തും ചെയ്യും. പാരൻസ് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല, അച്ഛനും അമ്മയും പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല. പക്ഷെ അവരെന്താ വളഞ്ഞ വഴിക്കാ ചെയ്യുക. എന്നെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരെ ടീച്ചറോട് പോയി, ഞാൻ പിന്നെ അറിഞ്ഞത് കേട്ടോ, ടീച്ചറോട് പോയിട്ട് അവന് കുറച്ച് എക്സ്ട്രാ ടെസ്റ്റ് പേപ്പർ കൊടുക്കണം. ഞാൻ വിചാരിക്കും എല്ലാവർക്കും കൊടുക്കേണ്ടത്, പക്ഷേ എനിക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ടീച്ചേഴ്സ് പറഞ്ഞാൽ എന്നും ഞാൻ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുമ്പോഴും ഈ ടീച്ചേഴ്സിനെ മറ്റേ ഖരാവോ ചെയ്യാൻ പോവുക, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ പോയിട്ടില്ല ഇതുവരെയ്ക്കും. ഞാൻ കുറേ പൊളിറ്റിക്സിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട്. കാരണം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരാണ് അന്ന് മുതൽക്കേ. കുറച്ചൊക്കെ അതിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ആ ടീച്ചേഴ്സ് അത് മുതലെടുക്കുന്ന കുറേ ടീച്ചർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈറാർക്കി മെയിൻ ഇതാക്കിയിട്ടും റാഗ് ചെയ്യണതും. നമ്മളിപ്പോൾ ഒരു കോളേജിൽ റാഗിങ് മാതിരി തന്നെയാണ് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ റാഗിങ് സീനിയർ ആവും തോറും ഇപ്പോഴും നിലനിൽക്കുന്ന സംഭവങ്ങളുണ്ട്. ആ ഒരു ഹൈറാർക്കി ഭയങ്കരമായിട്ട് ഹോസ്പിറ്റലുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് കാരണം കരിയർ നശിച്ചു പോണ കുറേ ആൾക്കാരുണ്ട്. സർജിക്കൽ ഫീൽഡ് ഞാൻ ചൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം കൂടി ചെറുതായിട്ട് അതാണ്. എനിക്ക് ഈ ഹൈറാർക്കി കണ്ടിട്ട് അതിൽ മനസ്സ് മടുത്തിട്ടാണ് ഞാൻ അന്ന് സർജറി എനിക്ക് പറ്റാത്ത ഫീൽഡാണെന്ന് തോന്നിയത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ടീച്ചർമാർ ഫുള്ളായിട്ട് ഇതിന് അർഹരാണോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടിയിട്ട് എൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ എന്നെ +2 പഠിപ്പിച്ച ടീച്ചർമാരെയും ആയിട്ട് എനിക്കിപ്പോഴും ഞാൻ ചിലപ്പോൾ ഈവൻ 8th 9th പഠിപ്പിച്ച ടീച്ചറിനെ തന്നെ എനിക്കിപ്പോൾ കണക്ഷൻ ഉണ്ട്. അതുപോലെ നന്നായി പഠിപ്പിച്ചേരാം കേട്ടോ. കുറേ പേര് പഠിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ എന്നെ ശരിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരോട് ശരിക്കൊരു ബഹുമാനം തോന്നല്ലോ നമുക്ക്. അതുപോലെ തന്നെ MBBSലും ചില ആൾക്കാരുണ്ട്, അവരെ നമ്മൾ റോൾ മോഡലാക്കിയിട്ടാണ് മെഡിസിനെ തന്നെ ചൂസ് ചെയ്തത്. MD മെഡിസിൻ. അങ്ങനെ പേരുകൾ പറയാനുണ്ടോ ടീച്ചർമാരിൽ? കോളേജ് ആയതുകൊണ്ട് നമുക്ക് കോമൺ ആണല്ലോ. കുറേ പേരുണ്ട്. ഇപ്പം നമ്മുടെ MD മെഡിസിനിലാണെങ്കിൽ PK ശശിധരൻ സാറ്, തുളസീധരൻ സാറ്, അങ്ങനെ കുറേ പേരുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയാവുന്ന നെയിംസ്. പക്ഷെ അവരൊക്കെ നമ്മളുടെ മെഡിസിനിൽ നല്ല ടൈമാണ്, അവരുടെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടൈമാണ്. മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് ആണല്ലോ അന്ന് എല്ലാം. അന്ന് നമുക്ക് വേറൊന്നും അറിയില്ല. ഒന്നാമത് ഇത്രയും ത്രില്ലാണല്ലോ ഡയഗ്നോസ് ചെയ്യാൻ. അപ്പം അത് നമുക്ക് ഒന്നും അറിയില്ല 3rd സെമ്മിലൊന്നും. പിന്നെ ഫൈനൽ ഇയറിൽ പോകുമ്പോഴാണ് മെഡിസിൻ്റെ ശരിക്കുള്ള ആ ഒരു പവർ മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ ഹൗസ് സർജൻസി ടൈമിലും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മെഡിസിനിൽ ചൂസ് ചെയ്തത്. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ആ ടീച്ചേഴ്സിനെ എനിക്കിപ്പോഴും റെസ്പെക്റ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മുടെ മാഡത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. മാഡവും ഇവരൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പോഴും ക്ലോസ് കണക്ഷനാണ്. അപ്പോൾ ചാന്ദ്രി മാഡത്തിനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു അവിടെ നമ്മുടെ കോൺഫറൻസ് വെച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോഴും നമ്മുടെ ഭയങ്കര സ്നേഹമാണ് അത്. പിന്നെ അതുപോലെ MDക്ക് ചേർന്നപ്പോൾ എൻഡോക്രൈനോളജിയിൽ ഒരു പ്രൊഫസറാണ് ഞങ്ങളുടെ MDയിലത്തെ ഗൈഡ്, എൻ്റെ ഗൈഡ്. അപ്പോൾ MDയിലത്തെ ഗൈഡ് എൻഡോക്രൈനോളജിസ്റ്റാണ്. ആൾ ഭയങ്കര ടോപ്പാണ്. നാഷണൽ ലെവലിൽ തന്നെ എൻഡോക്രൈനോളജി ഹെഡാണ്. RSSD എന്ന് പറഞ്ഞുള്ള അസോസിയേഷൻ്റെ ഒക്കെ ചീഫും ജേർണൽസിൻ്റെയൊക്കെ എഡിറ്ററും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊഫസർ മധുവാണ് എൻ്റെ ഗൈഡായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻഡോക്രൈനോളജിയിൽ നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് വന്നത് ആ MD ടൈമിലെ ടീച്ചറെ കാരണമാണ്. ആ ടീച്ചർ ഞാൻ കഴിഞ്ഞ ദിവസം കോൺഫറൻസിലൊക്കെ പോയപ്പോൾ കാണുന്നുണ്ടായിരുന്നു. അവരൊക്കെ എപ്പോഴും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ പഠിപ്പിച്ച ആളെന്നുള്ള ഒരു ഭയങ്കര ബഹുമാനവും ഇതൊക്കെ. അവർക്കും നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അന്നത്തെ കാലത്ത് നിങ്ങളുടെ അത്രയൊന്നും പോരാട്ടോ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്നൊക്കെ പറയും അവരെപ്പോഴും കാണുമ്പോൾ. സത്യം കേട്ടോ. അതായത് ഇപ്പം ഞാനും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. അധ്യാപകർ ഭയങ്കര റെസ്പെക്റ്റാണ്. പിന്നെ പറഞ്ഞ പോലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഫഷൻ ഭയങ്കര അടിപൊളി സംഭവം. പിന്നെ ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഉണ്ടല്ലോ ചൂസ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും, അതിൽ മിസ്പ്ലേസ്ഡ് ആയി പോകും. അതാണ് നമ്മൾ പറഞ്ഞ മാതിരി നമ്മൾ ആ ഒരു പ്രൊഫഷനോട് ഇത് ചെയ്യാത്ത ആൾക്കാർ. പക്ഷേ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അത് എല്ലാ പ്രൊഫഷനിലും പോലെ തന്നെ ഇല്ലാത്ത. ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോഴേ തോന്നുന്നു അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ സെൽഫിഷ് മോട്ടീവ് കാരണം കുറേ പേര് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അന്നത്തെ കാലത്ത്. അത് ഇവൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാളും വലുതാവും എന്നുള്ള തോന്നൽ കാരണമാണോ എന്താ കാരണം അറിയില്ല. അല്ലെങ്കിൽ അവരുടെ സെൽഫിഷ്, അവർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കും. അത് കാരണം അവർക്ക് പഠിപ്പിക്കാൻ ടൈം ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാ കരിയറിലും ഒരു മിസ്പ്ലേസ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അതിൽ പെട്ട ആൾക്കാരാണ് നമ്മളതിലും എല്ലാത്തിലും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഷോട്ട് പറഞ്ഞതാണ് അധ്യാപകരാണ് ഏറ്റവും അവരോട് ബഹുമാനമാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അത്
എപ്പോഴും നമുക്കൊരു സന്തോഷം തരുന്നൊരു സാധനമാണല്ലോ. നമ്മൾ ആരെയും വെറുപ്പിച്ചിട്ടില്ല, നമുക്ക് അറിവ് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഇതാക്കിയിട്ടില്ല എന്നുള്ളത്. ഇതിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എൻട്രൻസിലേക്ക് എത്തി, ഇപ്പം ഒരു ജേർണിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇവരോട് വിഷ്ണുവോട് പറയാനുള്ളൊരു സംഭവം, അതായത് എങ്ങനെയാണ് ഇത് കിട്ടുക, കുറച്ചും കൂടി പുതിയ സാധനമാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്, നല്ല കോമ്പറ്റീഷനാണ് ഇപ്പം. പിന്നെ റിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എടുത്ത തീരുമാനമുണ്ട്. അതായത് അന്ന് PC സാർ അടുത്ത് പോയി എന്നുള്ളത് അന്നത്തെ ഏറ്റവും ടഫ് അറിയാം, ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് അറിയാം. നമ്മൾ 10ാം ക്ലാസ് കഴിച്ച കളിയൊന്നും കളിക്കാൻ പറ്റില്ല, നമ്മൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ അടിച്ചു പൊളിക്കാം. എന്നിട്ടും ആ ഒരു തീരുമാനം എടുത്തല്ലോ, നമ്മൾ പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല തീരുമാനം എന്നുള്ളത്, നേരത്തെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഇതൊക്കെ പരിഗണിച്ചിട്ട് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാരോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളൊരു അഡ്വൈസ് എന്തെങ്കിലും ഉണ്ട്? നമ്മൾ തീരെ ഒരു വീക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തും ഒക്കെ മോശമാക്കിക്കൊണ്ട് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ പറയാനുള്ളത്. അതായത് നമ്മൾ 2 കൊല്ലത്തെ അല്ലെങ്കിൽ 1 കൊല്ലത്തെ ആണെങ്കിൽ കൂടി ഒരു പ്ലാനാണ്, ലോങ് ടേം പ്ലാനാണ്. അതിൽ നമ്മൾ മാരത്തൺ ഓടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യണതും സ്പ്രിൻ്റ് ഓടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വ്യത്യാസമുണ്ടല്ലോ, അതുപോലെയാണ് ഇത് മാരത്തൺ ഓടണമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻ വേറെ ടൈപ്പാണ്. നമ്മൾ എന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ആഗ്രഹം വേണം. നമുക്കിപ്പോൾ എന്നും ഒരു 2-3 മണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി ആ കൺസിസ്റ്റൻസിയാണ് ലാസ്റ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്ത ആൾക്കാർക്കും കിട്ടുക. നമ്മൾ ഈ പതുക്കെ ഓടുന്ന മൊയിലിനെ ഇതൊക്കെ ഇപ്പോൾ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ ഞാൻ ഭയങ്കര ബാക്കിലായിരുന്നു റാങ്ക്. എനിക്കതുകൊണ്ട് കിട്ടില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഈ PC അവിടെ തന്നെ മാർക്ക് എനിക്കൊന്നും മനസ്സിലാവണമില്ല, എന്തൊക്കെയാണ് പെട്ടെന്ന് ഒരു ഞാൻ ഇടയിൽ കൂടെ കയറിയതാണ് ആക്ച്വലി. ആ സമയത്ത് ഫിസിക്സ് ഒന്നും പഠിപ്പിക്കണമെന്നും മനസ്സിലാവണില്ല, കുറേ പേർക്കൊക്കെ കിട്ടുന്നുണ്ട്, അപ്പം നമുക്കൊന്നും കിട്ടണമില്ല. അത് അങ്ങനെയുള്ളൊരു വിഷമവും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ മനസ്സ് വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമ്പോൾ കിട്ടട്ടെ, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു. പിന്നെ ലാസ്റ്റത്തെ ഒരു 3 മാസം കുറേ ആൾക്കാരുടെ വരുന്ന മിസ്റ്റേക്ക് ഞാൻ കണ്ടിരിക്കുന്നത്, ആദ്യത്തെ ഒരു 9 മാസം നന്നായി പഠിക്കും, പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ പരീക്ഷ എത്താറാവുന്ന സമയത്തേക്ക് അവർക്ക് ഇനി ഇതെല്ലാം കൂടി എനിക്ക് ഓർമ്മയുണ്ടാവുമോ, പഠിച്ചാൽ കൂടി മറന്നു പോകുമോ എന്നൊക്കെയുള്ള പേടി കാരണം, അല്ലെങ്കിൽ പിന്നെ ടയർഡായിട്ടുണ്ടാവും. ഒരു ഗ്രാഫ് ഉണ്ട് ഇതിന് ആക്ച്വലി. നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കുള്ള ഗ്രാഫാണ്. ആ ഗ്രാഫ് ഇങ്ങനെ പതുക്കെ മോളിക്ക് വരും. നമുക്കറിയാവുന്ന വിവരം, നമ്മുടെ മനസ്സിലുള്ള നോളജ് അതിങ്ങനെ മോളിക്ക് എത്തിയിട്ട് പിന്നെ താഴേക്ക് വരാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. ആ പീക്ക് എത്തുന്ന സമയത്ത് എക്സാം വരണം കറക്റ്റായിട്ട്. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആ ഗ്രാഫ് മാച്ച് ചെയ്യില്ല. ആ ഗ്രാഫ് മാച്ച് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അതാണ് ഞാൻ കണ്ടിരിക്കുന്നത് എല്ലാ എൻട്രൻസിനും. എൻ്റെ MBBS എൻട്രൻസിനും MD എൻട്രൻസിനും DM എൻട്രൻസിനും ഒക്കെ കണ്ടിരിക്കുന്ന സംഭവം ഇതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് നമ്മുടെ പീക്ക് പെർഫോമൻസ് ഉള്ള ടൈമിൽ എക്സാം വരണം, അതുമായിട്ട് മാച്ച് ചെയ്യണം. അല്ലാതെ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. നമ്മളെക്കാളും നന്നായി പഠിക്കണം ഒരുപാട് ആൾക്കാർക്ക് അന്ന് കിട്ടായതോ പോയതും ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും. ആ ഒരു സംഭവം മാച്ച് ചെയ്ത് കറക്റ്റ് തന്നെയാണ് ശരിക്കും. നമ്മൾ ഒരു പീക്ക് സമയം നമ്മളതനുസരിച്ച് നമ്മൾ തുടക്കത്തിലൊക്കെ പതുക്കെ പഠിക്കുക, 2-3 മണിക്കൂർ പഠിച്ചാൽ മതി, ഒരുപാട് വേണ്ട. ലാസ്റ്റിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ 6-8 മണിക്കൂർ, ചിലപ്പോൾ 10 മണിക്കൂറൊക്കെ പഠിക്കേണ്ടി വരും. അതിനുള്ള എനർജി നമ്മൾ ഈ തുടക്കത്തിൽ 10 മണിക്കൂർ പഠിച്ച് ലാസ്റ്റ് 2-3 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളും എത്രയും നല്ലതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ഇപ്പം ആഡ് ചെയ്യാനുള്ള എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇങ്ങനെ 2-3-4 മണിക്കൂർ, ഇപ്പൊ പിള്ളേർ തുടങ്ങുന്നത് 10 മണിക്കൂറിലാണ്. അതാണ് തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കോമ്പറ്റീഷൻ കൂടിയാലും ശരി, എന്തായാലും നമ്പർ ഓഫ് സീറ്റ്സ് കുറച്ച് കൂടിയിട്ടുണ്ടാവും. പിന്നെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കുറേ ലക്കും വേണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അവർ ടയർഡാവുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ തുടക്കത്തിൽ 10 മണിക്കൂർ പഠിക്കുന്ന ആൾക്കാർ ആ ആവേശം കാരണം ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത് ഉടനെ ഉള്ളൂ, കുറേ ബുക്കൊക്കെ കിട്ടി പുതുതായിട്ട്, പിന്നെ നമ്മൾ കുറേ പൈസയും ചിലവാക്കി, അപ്പോൾ ഇത് ഇപ്പം തന്നെ പഠിച്ചെടുക്കണം എന്നുള്ള അങ്ങനെയുള്ള ധൃതി പിടിക്കാതെ വേണ്ട, സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഗ്രാഫ് പൊന്നിച്ച് കൊണ്ടുവരാനാണ് നല്ലത്. അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പിന്നെ അന്നത്തെ മെഡിക്കൽ എൻട്രൻസ് ഉണ്ട്, അതിൻ്റെ ശേഷം PG, പിന്നെ 3 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലായത്. അതായത് ഒരു സ്ട്രാറ്റജിയാണ് ശരിക്കും എല്ലാ മത്സര പരീക്ഷകൾക്കും. അത് തന്നെയാണോ ആ പണ്ട് +2 പഠിച്ചാൽ തന്നെയാണോ? അതുകൊണ്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യണത്. അന്നിപ്പോൾ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്ട്രാറ്റജി അറിയില്ല. പക്ഷേ MD സമയത്ത് എൻ്റെ ഒരു സീനിയർ പറഞ്ഞ സ്ട്രാറ്റജിയാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞത്. MD എൻട്രൻസിന് കിട്ടണമെങ്കിൽ ഞാൻ റൂറൽ സർവീസ് ഉണ്ടായിരുന്നു, കമ്പൽസറി റൂറൽ സർവീസ്. അതൊരു 1 ഇയർ സർവീസ് ഉണ്ട്. അപ്പോൾ അത് ഞാനത് വിട്ടിട്ട് ആദ്യം മുതൽക്കേ പഠിച്ചു തുടങ്ങാം, അടുത്ത കൊല്ലമാണ് എക്സാം വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ എൻ്റെ സീനിയറാണ് പറഞ്ഞത്, നീ ഇപ്പം തന്നെ പഠിക്കാൻ പോകണ്ട, ആദ്യത്തെ ഒരു 6 മാസം നീ വർക്ക് ചെയ്തോ, എന്നിട്ട് കുറച്ച് പൈസയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റത്തെ 6 മാസത്തേക്ക് അപ്പോൾ നമ്മൾ ഈ ഗ്രാഫൊക്കെ അയാളാണ് അന്ന് വരച്ച് കാണിച്ചത്. അപ്പം നീ പീക്ക് വരുന്ന സമയത്ത് നിനക്ക് എക്സാം വരണം. ഇനി എക്സാം അടുത്ത ഏപ്രിലേ വരുള്ളൂ. അപ്പം നീ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങി അടുത്ത ഏപ്രിൽ വരെ നിനക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നമുക്ക് പൈസയും സമ്പാദിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ടല്ലോ. +2 ആ ഒരു പ്രശ്നമില്ല. ഇതാകുമ്പോൾ MBBS പൈസ 25-24 ഒക്കെ ആയല്ലേ? അതെ, ആ പ്രായമായി. അന്ന് ആസിഫ് തന്നെയാണ് പറഞ്ഞത് തോന്നുന്നു, നമ്മളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം അല്ലേ ആസിഫ് അല്ല അന്ന് കഴിഞ്ഞ ഇതിന് പറഞ്ഞത്.
അപ്പോൾ ഓരോ മാസം നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴും നമുക്ക് ഇത്രയും പൈസ നഷ്ടം വരണമെന്നുള്ളൊരു തോന്നൽ കൂടി വരും. അപ്പോഴത്തേക്ക് ലോണുകളുണ്ട് അടയ്ക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമല്ലോ ആ സമയത്ത്. അപ്പോൾ MD സമയത്ത് നീ ഇപ്പം തന്നെ പോകണ്ട, ഒരു 6 മാസം നീ ഇരിക്കുക. സംഭവം ശരിയാണ്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്തു. ആ CRM ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കമ്പൽസറി റൂറൽ സർവീസ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ MD കിട്ടുകയും ചെയ്തു. അതാണെങ്കിൽ ഭയങ്കര നല്ല റാങ്ക് ആയിരുന്നു. ഓൾ ഇന്ത്യയിൽ 75 റാങ്ക്. പിന്നെ എല്ലാ എക്സാമും അതിന് ശേഷമുള്ളതൊക്കെ ക്രാക്ക് ചെയ്തു. അതാ കറക്റ്റ് പീക്ക് ടൈമിൽ എത്തിയതുകൊണ്ടാണ്. നല്ലൊരു സ്ട്രാറ്റജി കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഈ ഒരു സാധനം മാച്ച് ചെയ്ത് പോകാന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പെർഫെക്റ്റ് സാധനം കിട്ടിയത് നല്ല നന്നായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതന്നെ ആവും പിന്നെ DM-ലും. അതായത് ഞാൻ പറയാറുണ്ട്, ഒരു എൻട്രൻസ് നമ്മൾ വൺസ് പ്രിപ്പയർ ചെയ്ത് അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കോൺഫിഡൻസാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സിവിൽ സർവീസ് ഒക്കെ പോലത്തെ മത്സര പരീക്ഷകളൊക്കെ അവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്.